ചാത്തനെ പ്രീതിപ്പെടുത്തി വീട്ടുജോലികൾക്കടക്കം കൂടെ നിർത്തുന്ന ഒരു തറവാട്. അന്തജനം കുളിക്കാൻ കുളിക്കടവിലേക്ക് പോകുമ്പോൾ മുന്നിൽ കുത്തുവിളക്ക് പിടിക്കുന്ന ചാത്തന്മാർ. ചാത്തനൊപ്പം മഹിഷാസുരമർദ്ദിനി വിഭാവത്തിൽ ദേവിയും കൂടി ഉണ്ട്. ദുർഗാ ഭഗവതി. ഒപ്പം കേട്ട കഥകളിൽ പ്ലാവൻ ചുവട്ടിലാണ് ചാത്തനെ വെച്ച് ആരാധിക്കുന്നത് എന്നാണ്. എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്ലാവ് ഉണ്ടാവും. ചാത്തനും ശാസ്താവും. അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ശബരിമലയിലെ ശ്രീധർമ്മ ദേഹോപദ്രവങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാവും, ഈ ശരീര സംബന്ധമായിട്ടുള്ള ബാധാദോഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കൂടുതൽ വരിക. രക്ഷസിന്റെ ബാധാദോഷങ്ങൾ അല്ലെങ്കിൽ ആഭിചാരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ശൈവ വൈഷ്ണവ ശക്തമായിട്ട് ആവാഹിക്കുക, അങ്ങനെ കുറെ ഈ ചാർട്ടുകൾ ഉണ്ടാവും. എന്നിട്ട് ദേഹരക്ഷ കിട്ടുക. 7-ാം മാസം ഗർഭിണികളായിട്ടുള്ള 7-ാം മാസം സ്ത്രീകൾക്ക് ഒരു ബലിക്കളയൽ, അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എത്രയോ പേര് ഇവിടെ വരാറുണ്ട്. ഈ ആത്മാക്കൾ കൂടുന്ന പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള പരിഹാരം ചെയ്യുമല്ലോ. ചാത്തനെ പ്രീതിപ്പെടുത്തി വീട്ടുജോലികൾക്കടക്കം കൂടെ നിർത്തുന്ന ഒരു തറവാട്. അന്തജനം കുളിക്കാൻ കുളിക്കടവിലേക്ക് പോകുമ്പോൾ മുന്നിൽ കുത്തുവിളക്ക് പിടിക്കുന്ന ചാത്തന്മാർ. ചാത്തൻ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ കഥകൾ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാട്ടുമാടം മനയിൽ നിന്നാണ്. ഇന്നുള്ളത് കാട്ടുമാടം മനയിലാണ്. പ്രവീൺ നമ്പൂതിരിക്കൊപ്പമാണ്. നമസ്കാരം. ചാത്തൻ കഥകൾ ഒട്ടനവധി കേട്ടിട്ടുണ്ട്. ഉദ്ദിഷ്ടകാര്യത്തിനായി അല്ലെങ്കിൽ ശത്രു സംഹാരത്തിനായി ഒക്കെ ചാത്തനെ ഉപയോഗിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നത് വ്യാപിച്ചു വരികയാണ്. ചാത്തന്റെ ഒരു കുട്ടിച്ചാത്തൻ സേവ വലിയ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ കേട്ട കഥകളിൽ ഏറ്റവും കൂടുതൽ ട്രഡീഷണലായി ചാത്തനെ വെച്ചാരാധന ചെയ്തു പോകുന്ന, പ്രീതിപ്പെടുത്തി പോകുന്ന മനകളിൽ ഒന്നാണ് കാട്ടുമാടം തറവാട്. ഇവിടുത്തെ ആരാധനാ രീതികൾ, ഇവിടുത്തെ വെച്ചാരാധന, അവ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ കുട്ടിച്ചാത്തനായിട്ടാണ് സങ്കല്പം. അപ്പോൾ കുട്ടിച്ചാത്തന് ചൊവ്വ വെള്ളി ദിവസം ഗുരുതിയാണ്. ഉത്തമമായിട്ട് വൈകുന്നേരം ഗുരുതി ആണ് കുട്ടിച്ചാത്തന് ഏറ്റവും പ്രിയപ്പെട്ട പൂജ. അപ്പോൾ അത് ഇവിടുത്തെ ആൾക്കാർ മാത്രമേ അത് ചെയ്യൂ. ഇവിടുത്തെ ഉണ്ണി നമ്പൂരിമാരായാലും കാരണന്മാരായാലും ചാത്തന് ഗുരുതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇവിടെ ചെയ്യാറുണ്ട്. മറ്റിടങ്ങളിലൊന്നും ചാത്തന ഗുരുതി ഇല്ല. മറ്റു ദിക്കിൽ എന്ന് പറഞ്ഞാൽ ചാത്തനായിട്ടല്ല, പല സ്ഥലത്തും ചാത്തനായിട്ട് സങ്കല്പമില്ല, വിഷ്ണുമായായിട്ടാണ്. അത് വേറെ സങ്കല്പമാണ്. പക്ഷെ ചില സ്ഥലത്ത് ഇപ്പം നമ്മൾ തന്നെ പ്രതിഷ്ഠിച്ച കുറേ അമ്പലങ്ങളുണ്ട് കുട്ടിച്ചാത്തന്മാരുടെ. അവിടെ ചില സ്ഥലത്ത് ഗുരുതി ഉണ്ടാവാറുണ്ട്. അധികം ഗുരുതി ഇവിടെ തന്നെയാണ് ഉണ്ടാവാറ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗുരുതി കഴിക്കുന്നത്? ഏറ്റവും ശത്രുദോഷങ്ങൾ, ഈ പൊതുവെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് ശത്രുദോഷങ്ങൾ കൂടുതലുണ്ടാവും, അവിചാരമായിട്ടുള്ള ദോഷങ്ങൾ. അപ്പോൾ ശത്രുദോഷം തീരാനും നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളായാലും ആ ഉദ്ദേശിച്ച കാര്യം, നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ചാത്തന ഗുരുതി. ഈ ചാത്തനൊപ്പം മഹിഷാസുരമർദ്ദിനി വിഭാവത്തിൽ ദേവിയും കൂടി ഉണ്ട്. ദുർഗാ ഭഗവതി ഉണ്ട്. ഒപ്പം കേട്ട കഥകളിൽ പ്ലാവൻ ചുവട്ടിലാണ് ചാത്തനെ വെച്ച് ആരാധിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. അതിന്റെ ഒരു സങ്കല്പം എങ്ങനെയാണ്? അത് വെച്ചാൽ കണ്ണൂരാണ് ഞങ്ങളുടെ മൂലസ്ഥാനം. കണ്ണൂരിൽ നിന്ന് ഒരു 300-350 വർഷം മുമ്പേ ഇങ്ങോട്ട് പോകുന്നതാണ് ഐതിഹ്യം. അപ്പോൾ അവിടുത്തെ അന്ന് ആ ഒരു മാപ്പിള ലഹള കാലത്ത് അവിടുത്തെ കാരണൂർ അവിടെ അന്ന് ആ ബുദ്ധിമുട്ടായപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാതെ ആയപ്പോൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്ലാവ് ഉണ്ടാവും. ആ പ്ലാവിൻ്റെ ചുവട്ടിൽ എന്നെ ഇരുത്തിയാൽ കുടി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ഇപ്പോഴത്തെ പ്ലാവല്ല, വലിയ പ്ലാവായിരുന്നു. അത് ഈ കുറേ കാലം പഴക്കം വന്നപ്പോൾ അത് മാറ്റേണ്ടി വന്നു. എന്നിട്ട് പുതിയത് വെച്ചു. പക്ഷേ അതിലേക്ക് ചൈതന്യം അങ്ങോട്ട് വായിച്ചിട്ടില്ല. അത് കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് ചെയ്യണം വെച്ചിട്ടാണ് ഒന്നുകൂടി ഇതായിട്ട്. ഓക്കെ. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇന്ന് വെച്ചാരാധന നടത്തുന്നു, ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു പോയി. വിഷ്ണുമായ സങ്കല്പത്തിന് അപ്പുറത്തേക്ക് ചോദിച്ചാൽ ആരാണ് കുട്ടിച്ചാത്തൻ? കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടി ആയിട്ട് തന്നെയാണ് സങ്കല്പം. കുട്ടിശാസ്താവ്, കുട്ടിച്ചാത്തൻ. ചാത്തനും ശാസ്താവും ഒന്നാണോ? എന്റെ ചോദ്യം ശരിക്കും ഒന്ന് തന്നെയാണ്. ശരി, ചാത്തനും ശാസ്താവും. അതെ, അതാണ്.
പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ശബരിമലയിലെ ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവ് ചാത്തനാണ് എന്ന് ഒരു ഹെഡിങ്ങോടുകൂടി ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്തു. ഞാൻ 2-3 ഇന്റർവ്യൂകളൊക്കെ ഒരുപാട് പേര് എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ചാത്തനും ശാസ്താവും അത് നമ്മള് പൊതുവെ കുട്ടിശാസ്താവ് ആ ഒരു ശബരിമല എന്നല്ല, ഒരു ശാസ്താവിന്റെ ഒരു വേറൊരു രൂപമാണ് ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് അതൊരു നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കുട്ടിച്ചാത്തനെ പണ്ട് മുതലേ ആരാധിച്ചു വരുന്നത് ചെറിയൊരു കുട്ടി രൂപത്തിൽ തന്നെ. ഇവിടെയും അങ്ങനെ വിഗ്രഹത്തിൽ ചെറിയൊരു ആളായിട്ട് തന്നെയാണ് സങ്കല്പം. അപ്പോൾ കുട്ടിച്ചാത്തനെ നമ്മൾ ഉപാസനയായിട്ടാണ് ചെയ്യാറ് പണ്ട് മുതൽ തന്നെ. അതിനെ നമുക്ക് പണ്ട് അച്ഛനായിട്ട് അല്ലെങ്കിൽ കാരണവന്മാരായിട്ട് നമുക്കൊരു ഉപദേശ മന്ത്രമുണ്ട്. ആ ഉപദേശ മന്ത്രമാണ് നമുക്ക് തരാറ്. ആ ഉപദേശ മന്ത്രം നമ്മൾ അത് ഫലവത്താക്കണം, ദിവസം അത് ചെല്ലണം. അത് നമുക്ക് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ശാസ്താവും ചാത്തനും ഒന്നാണ്, അങ്ങനെ തന്നെയാണ് എനിക്ക് അറിയുള്ളത്. കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നത് അത് ഇപ്പോഴത്തെ കാലത്ത് അത് ബുദ്ധിമുട്ടാണല്ലോ, വിവാദങ്ങളും ഇതൊക്കെ ആകുമ്പോൾ പലതും സങ്കല്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ശാസ്താവിന് ഉപയോഗിക്കുന്ന മൂലമന്ത്രങ്ങൾ അല്ല, അത് വ്യത്യാസമുണ്ട്. ഇപ്പൊ ശബരിമല മൂലമന്ത്രം ആവില്ല ചിലപ്പോ മറ്റുള്ള ശാസ്താവിന്റെ മൂലമന്ത്രം. ഇവിടെ ഒരു ചാത്തനൊരു മൂലമന്ത്രം ഉണ്ട്. അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. അങ്ങനെ പല സ്ഥലത്ത് പല മൂലമന്ത്രങ്ങളും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുപോലെ സങ്കല്പങ്ങളും വ്യത്യാസം. ഇപ്പൊ ശബരിമലയിലേക്ക് ചെന്നാൽ ജ്ഞാനസ്വരൂപിയായിരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന ശാസ്താവാണെങ്കിൽ, അവിടെ നിന്ന് അച്ചൻകോവിലേക്ക് ചെന്നാൽ അവിടെ പൂർണ്ണ പുഷ്കലാദേവി സമേതനായ ഭഗവാനെ കാണാൻ സാധിക്കും, ബാലരൂപത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാ മന്ത്രങ്ങൾ വ്യത്യസ്തമായി വരില്ലേ? അതെ, വരും. വളരെ വ്യത്യാസം വരും. ഇനി ഒരു സാധാരണക്കാരനാണ്. അപ്പൊ അങ്ങയുടെ പാരമ്പര്യത്തിൽ, അങ്ങയുടെ തറവാട്ടിൽ എല്ലാവരും നിഷ്ഠയും ചിഷ്ടയും ഒക്കെ നോക്കിയിട്ടാണ് ചാത്തൻ സേവ നടത്തുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്നത്. ഒരു സാധാരണക്കാരന് ചാത്തനെ ഉപാസിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും. അതിന് 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാള് ചാത്തനെ ഉപാസിക്കണം എന്ന് വിചാരിച്ചാൽ ആളുടെ നക്ഷത്രം നോക്കി ആൾക്കത് ഫലവത്താവോ ഇല്ലയോ എന്ന് ആദ്യം അറിയണം. നമ്മളൊരു ലേശം ദിവസം കൊണ്ടുപോകേണ്ട ഒരു ഉപാസനയല്ലല്ലോ, അത് കാലാകാലം അത് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ തുടങ്ങിയാൽ അവസാനിപ്പിക്കാൻ പാടില്ല. അതെ. അപ്പോൾ അത് നമുക്ക് ആ നക്ഷത്രം വെച്ച് നോക്കി അത് നല്ല രീതിയിൽ പോവോ ഇല്ലയെന്ന് ആദ്യം അറിഞ്ഞിട്ട് വേണം നമുക്കത് ഉപാസന സ്വീകരിക്കാം. ഉപാസന കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉപാസന എന്ന് പറഞ്ഞാൽ അത് വൃത്തിയായിട്ടും കൃത്യമായിട്ടും കൊണ്ടുപോയാലേ അതിന് ആ തരുന്ന ആൾക്കും ആരാച്ച അവർക്കും ദോഷമില്ലാണ്ടും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഇവിടെ, അത് നമുക്ക് നോക്കാം, രസമല്ലേ, നമുക്ക് ചെയ്യാം. അങ്ങനെ ആയിട്ട് കാര്യമില്ല. ഉപാസന എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ചിട്ടയോടുകൂടി നമുക്കൊരു നല്ലൊരു കാര്യമാണല്ലോ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റണം. അതങ്ങനെയാണെങ്കിൽ നല്ല ഇതായിട്ട് തന്നെ പോകാം. ഇപ്പോൾ എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട് ജപമായിട്ട് കൊണ്ടുപോകുന്നു ഉപാസന. ചിലർ വിഗ്രഹം വെച്ചിട്ട് ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയും അങ്ങനെ ചെയ്യാം, പക്ഷെ നിങ്ങളുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ വിഗ്രഹമൊന്നുമില്ലാതെ ജപമായാൽ വളരെ ഇതായിട്ട് പോകാമല്ലോ. അങ്ങനെ നല്ല കാര്യം തന്നെയാണ്. ഈ കല്ലടിക്കോട്ട് മലനിരകളിൽ കരുനീലി അമ്മ വെച്ചിട്ട 390 ചാത്തന്മാർ, അങ്ങനെ അത് രണ്ടും 2 സമ്പ്രദായമാണ്. കല്ലടിക്കോട് സമ്പ്രദായം വേറെയാണ്. ഇവിടെ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഇതായിട്ടല്ല ചാത്തന്റെ. ഈ സമ്പ്രദായത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഇപ്പോ ചിലർ ഈ കല്ലടിക്കോട്ട് രീതിയിൽ ചാത്തൻ ഉപാസന ചെയ്യുന്ന ആളുകളുണ്ട്, ചിലർ തന്ത്രത്തിന്റെ ഭാഗമായി ചെയ്യുന്നവരുണ്ട്. ഈ രീതികളൊക്കെ മാറി വരുന്നെങ്കിലും ദേവതാ സങ്കല്പങ്ങൾ ഒന്നു തന്നെയല്ലേ? അതുണ്ടാവാം, അങ്ങനെ തന്നെ ആവാം. ദേവതാ സങ്കല്പം ഒന്ന് തന്നെ ആവാം. പക്ഷെ ഈ ആചാരങ്ങൾ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ആചാരം മാത്രമല്ല, ഈ നിവേദ്യങ്ങളും വ്യത്യാസം വരും. മദ്യവും കോഴിയും. അതെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഉത്തമമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഗുരുതി എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം. പല ആൾക്കാരും ഗുരുതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതെന്താണ് അങ്ങനെ കോഴിവെട്ടും അങ്ങനെയല്ല. ഇവിടെ ഉത്തമമായിട്ട് മലരും കദളിപ്പഴം ശർക്കരയൊക്കെ വെച്ച് ശർക്കര പായസമൊക്കെ വെച്ചിട്ട് നിവേദിച്ചിട്ടുള്ള ഗുരുതിയാണ്. പല സ്ഥലത്തും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ ഈ കോഴിവെട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാം. പല സ്ഥലത്തും പല രീതിയിലാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ബ്രാഹ്മണനായോണ്ട് നമ്മുടെ ഒരു ഇതായിട്ട് തന്നെ. ശബരിമലയിൽ പോലും ഇത്തരത്തിലുള്ള ഗുരുതികൾ നടക്കുന്നുണ്ട്. അത് ചെയ്യുന്നതും വേറെ സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്ന്. അതെ, തീർച്ചയായിട്ടും. ഈ കാവു സങ്കല്പത്തിൽ പണ്ട് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, ഇവിടെ എല്ലാം പണ്ട്
കാടായിരുന്നു. അവിടേക്കാണ് നമ്മൾ വന്ന് ഇവിടെ പാർത്തത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ കാവ് സങ്കല്പത്തിൽ ചാത്തനും ദേവിയും അതേ സങ്കല്പം തന്നെ ആയിരിക്കുമോ ഇവിടെ ഈ ഇവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾ? ആണ്, അങ്ങനെ തന്നെയാണ്. ശബരിമലയുടെ കഥയിലേക്കാണ് അങ്ങനെ ആ ഒരു ഇതിൽ തന്നെയാണ് വരിക. ഓക്കെ. ചാത്തനെ ഇവിടെ നമ്മളിപ്പോ ചാത്തൻ സേവ നടത്തുന്നു. ഇപ്പോ ദുരിതവും കഷ്ടപ്പാടും ഒക്കെ ആയി വരുന്നവർക്ക് അതിന്റെ പരിഹാരം നിർദ്ദേശിക്കുന്നു. നമ്മളുടെ ഒരു പൂജാ രീതികളൊക്കെ ആർക്കൊക്കെ ഇവിടെ വരാം? അങ്ങനെയല്ല, ഇവിടെ ഇപ്പോൾ നാനാ ഭാഗത്ത് നാനാ ജാതി ആൾക്കാരും വരാറുണ്ട്. ഇപ്പോൾ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും മറ്റുള്ള എല്ലാവരും വരും ഇവിടെ. അങ്ങനെ ഒരു ജാതി മത വ്യത്യാസമില്ല. പക്ഷേ വെച്ചാൽ ഇപ്പോൾ ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ജ്യോത്സ്യന്മാരുടെ കെയർ ഓഫിൽ. ഇപ്പോൾ ജ്യോത്സ്യന്മാര് ചാർത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് ദേഹോപദ്രവങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാവും, ഈ ശരീര സംബന്ധമായിട്ടുള്ള ബാധാദോഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കൂടുതൽ വരിക. രക്ഷസിൻ്റെ ബാധാദോഷങ്ങൾ അല്ലെങ്കിൽ ആഭിചാരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ശൈവ വൈഷ്ണവ ശക്തമായിട്ട് ആവാഹിക്കുക, അങ്ങനെ കുറേ ഈ ചാർത്തുകൾ ഉണ്ടാവും. എന്നിട്ട് ദേഹരക്ഷ കിട്ടുക, പിന്നെ നെയ്യ് ജപിക്കുക. എനിക്കൊന്ന് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് കൂടുതലും. അതെ 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 അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേർപാട് ആണ് ഇവിടെ ഏറ്റവും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം. വേർപാടാണ്. വേർപാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാധാദുരിതങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള എന്ത് ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ട് ആവാഹിച്ച് ആ ദുരിതങ്ങളെ ആവാഹിച്ച് അതിന് വേറെ കർമ്മങ്ങളൊക്കെ ചെയ്യാണ്ട് അത് ചെയ്തിട്ട് രക്ഷ കൊടുക്കുക. ഓക്കെ. അപ്പൊ അതേ പൂർണ്ണമായി നമ്മൾ ആവാഹിച്ചു ഒഴിഞ്ഞെടുക്കും. ആ പ്രതിമയിലേക്ക് ഒഴിഞ്ഞെടുത്തിട്ട് അതിനുള്ള പൂജകൾ വേറെ ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് രക്ഷ കൊടുക്കും. മനസ്സാരോഗ്യത്തിന് വരിക, ആ വിഭ്രാന്തി മാറ്റുക. തീർച്ചയായിട്ടും. പിന്നെ നെയ്യുണ്ട് ഇവിടെ, നെയ്യ് ജപിച്ച് കൊടുക്കും. പിന്നെ 7-ാം മാസം ഗർഭിണികളായിട്ടുള്ള 7-ാം മാസം അവർക്ക് സ്ത്രീകൾക്ക് ഒരു ബലിക്കളയൽ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പേടിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളെ ഒഴിഞ്ഞെടുത്തിട്ട് നെയ്യ് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ ഒരു രക്ഷ കൊടുക്കാറുണ്ട്. അതിങ്ങനെ പണ്ട് മുതലേ ഉള്ള ആ ശീലം അതേപോലെ ഉണ്ട്. പിന്നെ രാവിലെ ഇവിടെ പൂജ, ഗണപതി ഹോമം, പിന്നെ ഈ പ്രകാരമുള്ള പൂജകളാണ്. താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾ തന്നെയാണ്. ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു 100-150 ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ കണ്ണൂര്, ആറ്റിങ്കല്, പാലക്കാട് സൈഡിലൊക്കെ കുറെ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ തന്ത്രികളാണ്. അങ്ങനെ ഇതായിട്ടുണ്ട്. ഓക്കെ. ഈ ബാധാദുരിതത്തെ കുറിച്ച് പറയുമ്പോൾ പലരും ഇപ്പൊ പുതിയ യുഗമാണ്, ഇപ്പൊ 2026-ലാണോ ഈ ബാധയെ പറ്റി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്, വിമർശിക്കുന്ന. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ പല വീഡിയോകൾ നമുക്കത് പുറത്തുവിടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഈ ബാധ ഒഴിപ്പിക്കുന്നതിന് മുമ്പുള്ള പെരുമാറ്റവും ബാധ ഒഴിപ്പിച്ചതിന് ശേഷമുള്ള പെരുമാറ്റവും ഒക്കെ കാണും. ഇതിൽ എന്താണ് ഈ ബാധയെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ സാധിക്കും? എന്താണ് ഒരു ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ മനസ്സിൽ എൻ്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഇല്ലേ? ഇപ്പോൾ ഞാൻ ചിലപ്പോൾ അത് വയലൻ്റ് ആയിട്ടാവും ഞാൻ ചിലപ്പോൾ പ്രതികരിക്കാം. ചിലപ്പോൾ ഒന്നുമില്ലാണ്ട് ഞാൻ ഒന്നും സംസാരിക്കാണ്ട് മിണ്ടാണ്ടിരിക്കാം. അപ്പം ചില സ്ഥലത്ത് ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലവർക്ക് അത് മാനസികമായിട്ട് ചില ഇതായിട്ട് പറയും. ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടുത്തെ ഈ ദേവതയുടെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ആദ്യം എന്ത് ദോഷങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ നിന്നും ആ നെഗറ്റീവ് ആയിട്ടുള്ള ആ ദോഷങ്ങൾ, എനർജി പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുമ്പോൾ അതെന്തായാലും ഇവിടെ എത്രയോ കാലമായിട്ട് കാണാം. അതിപ്പോൾ മറ്റുള്ള ആൾക്കാർ പരിഹസിക്കുകയാണെങ്കിലും എന്തായാലും ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എത്രയോ പേര് ഇവിടെ വരാറുണ്ട്. ഈ ആത്മാക്കൾ കൂടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, അതിനുള്ള പരിഹാരം ചെയ്യുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആത്മാക്കളൊക്കെ ഈ പറഞ്ഞ വേർപാടൊക്കെ ചെയ്യുമ്പോൾ പല ഇതുകളും ഉണ്ടാവും. അതിന് നമ്മൾ മാസം ഒരു തവണ തിലഹവനം ചെയ്ത് ആ ദോഷങ്ങളെ ഒഴിഞ്ഞ് അത് നമ്മൾ പുണ്യനദിയിൽ സമർപ്പിക്കും. ഇവിടെ ഒക്കെ ഉണ്ടാവുന്ന അതെ അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ പല ആൾക്കാരും വന്ന് അവരുടെ ദോഷങ്ങളും ദുരിതങ്ങളും നമ്മൾ വേർപാട് ചെയ്യണം. നമ്മളിവരെ ഇവിടുന്ന് ആഹ്വാനിച്ച് പോകുന്നവരെ അതിലൂടെ ചുറ്റി അതുണ്ടാവും. അപ്പോൾ അതിനെ ഒരു മാസത്തിൽ ഒരു ദിവസം എന്നായാലും ഇല്ല, മാസത്തിൽ ഒരു തവണ തിലഹവനം ചെയ്ത് ആദ്യം സുദർശനോമം ചെയ്ത് ആ വേർപാട് ചെയ്ത് തിലഹോമം ചെയ്ത് സായോജ്യപ്പെടുത്തിയിട്ട് പറഞ്ഞേക്കും. ഓക്കെ. അപ്പോൾ ഈ ആത്മാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടാവാം. പക്ഷെ എനിക്കങ്ങനെ ഒരു ഇത് തോന്നി. പക്ഷെ നമുക്ക് ചില സ്ഥലത്തൊക്കെ ഒരു ഇത് കണ്ടിട്ടുണ്ട്.
ഇതായിട്ടില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. അല്ലല്ല, അങ്ങനെയല്ല, നമുക്ക് ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ ചില സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാം, അതിന്റെ ഒരു ഇതറിയാം, പക്ഷെ പ്രസൻസ് അറിയാൻ പറ്റും. ചില വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുറത്ത് കാണിക്കാൻ പറ്റാത്ത വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഈ ആവാഹന സമയത്ത് പൂജാതി കർമ്മങ്ങളിലിരുത്തി ഈ കളത്തട്ടിലേക്ക്, പൂജാതട്ടിലേക്ക് ആളെ കൊണ്ടിരുത്തി കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ആള് വന്ന ആളല്ലാതെ ഈ ബാധയെ സംസാരിക്കും. അങ്ങനെ അത് ഇവിടെ ഉണ്ടാവും, ഇവിടെ പതിവുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ വേർപാട് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ പറയും ഞാൻ ഇവിടുന്ന് പോവില്ല, എൻ്റെ ശരീരത്തിൽ ഞാൻ വിട്ടു പോവില്ല. അപ്പം നിങ്ങൾ എന്താ വിട്ടു പോവാത്തത്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പം എന്നെ ഇന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പോലെ ഞാൻ ചെയ്തു തന്നാലേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുള്ളൂ. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അപ്പോൾ അവർ സന്തോഷമായിട്ട് പോകും. അത് ഇവിടുന്ന് തന്നെ സത്യം ചെയ്യാറുമുണ്ട്. ഇനി ആ ആളുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അത് സത്യം ചെയ്യണം ഭഗവതിയുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്തു പോകും. പിന്നെ അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരു ഇതാണല്ലോ, അത് പാരമ്പര്യമായി പകർന്നു കിട്ടിയ മന്ത്രങ്ങളും കഴിവുകളും. തീർച്ചയായിട്ടും. ഓക്കെ, വീണ്ടും കുട്ടിച്ചാത്തനിലേക്ക് വന്നത്. ഇപ്പം പറഞ്ഞ കുട്ടിച്ചാത്തൻ ബാലരൂപിയാണ് എന്ന് പറഞ്ഞു. കുട്ടികളെന്ന് പറയുമ്പോൾ ഇച്ചിരി വാശിയും കുറച്ച് ആഗ്രഹങ്ങളും കുറെ വികൃതികളും ഒക്കെ ഉണ്ടാവില്ലേ? അത്തരം ഒരു അനുഭവം പറയാമോ? ഭഗവാന്റെ ഒരു വാശി കാണിച്ചതോ വികൃതി കാണിച്ചതായിട്ടുള്ള ഒരു അനുഭവം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഭയങ്കര വാശി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഗുരുതിക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം, ഞാൻ ഇവിടെ സ്വതേ ഗോതമ്പിൻ്റെ അപ്പാണ് നേരിക്കാറ് ചാത്തന്. ഒരു ദിവസം ഗോതമ്പ് പൊടി കിട്ടാത്തതുകൊണ്ട് ഭയങ്കര, എനിക്ക് തന്നെ ഗുരുതിക്ക് ഇരിക്കാൻ പറ്റണേ ഇല്ല. എനിക്ക് വല്ലാത്തൊരു, അതെന്താണ്, കുറേ നേരം നോക്കിയപ്പോഴാണ് നമുക്ക് അപ്പം, സാധാരണ അപ്പം നേദിക്കാറുണ്ട്, നേദിക്കാൻ പറ്റിയില്ല അന്ന്, ഗുരുതി ചെയ്യാൻ പറ്റിയില്ല. അപ്പം മനസ്സിലായി എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ചെറിയ കുട്ടികളാണല്ലോ, അപ്പൊ അവർക്ക് ഇതൊക്കെ രസമല്ലേ, ആ അപ്പം കൊടുക്കാറ്. പിന്നെ ഞാനത് മാപ്പൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് ചെയ്തത്. അങ്ങനെ കുറെ അങ്ങനെ പിടിവാശികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ നിർണായക ഘട്ടത്തിലൊക്കെ വന്ന് സഹായിച്ച അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട്. നമുക്ക് നല്ല, ഇപ്പോൾ ഈശ്വര നമുക്ക് എന്താ ഇപ്പോൾ ഒന്നും ഇല്ലാത്തൊരു ഇതാണല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ആള് എന്തെങ്കിലും ഒരു ഇത് കുറഞ്ഞു തരും. അത് ഭയങ്കര ഒരു, അപ്പോഴാണ് ശരിക്കും ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ, നമ്മള് വന്നപ്പോ മഴക്കോളുണ്ടായിരുന്നു, പിന്നെ വെയിലായി, പിന്നെ മഴക്കോളുണ്ടായി. നമ്മൾ നേരെ ഒരു ക്യാമറ വെച്ചു. അവസാനം ഞാൻ തന്നെ പറഞ്ഞാ മാറ്റി വെച്ചു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അങ്ങോട്ട് മാറ്റി വെച്ചു. കളിപ്പിക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിപ്പിച്ചുള്ള. ഞങ്ങളെ തന്നെ ഞങ്ങളിവിടെ എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ തന്നെയാണല്ലോ പറയുന്നത്. പക്ഷെ ഞങ്ങളേതോ ഞങ്ങളെ ഉള്ളിലൊക്കെ പോയി അവസാനം. ഞാൻ സ്വതേ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മള് ഇത് ഇവിടെ കറക്റ്റ് എത്തേണ്ടതാ, പിന്നെ എങ്ങനെ അങ്ങോട്ട് എത്തിയെന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ കൊണ്ടുപോയി ഒരു വയൽവരമ്പിലൂടെ നോക്കുമ്പോ ഒരു വഴി ഫുള്ള് പുല്ല് ചെത്തിയിട്ടിരിക്കും. ഇതുവരെ അവിടെ വണ്ടി ഓടിയിട്ടൊന്നും ഇല്ല. ഞങ്ങൾ അതിനെ കൂടെ കൂടി അങ്ങേറ്റം വരെ പോയിട്ട് നേരെ റിവേഴ്സ് എടുത്ത് മടങ്ങി വരിക.